ദുബൈയിലെ സോനാപൂർ എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് കേൾക്കാത്ത പ്രവാസികൾ ചുരുക്കമാണ്. പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലമാണോ എന്ന് തോന്നും. പല പ്രവാസികളുടെയും മെഡിക്കൽ സംബന്ധമായ തുടക്കം അവിടെ നിന്നായിരിക്കും. പലരുടെയും ഒടുക്കവും അവിടെയാണ്. അന്ത്യവിശ്രമം പോലും സോനാപൂരിലായിരിക്കും. അവിടുത്തെ ഒരു മെഡിക്കൽ സെൻ്ററിൻ്റെ ചരിത്രം പറയുകയാണ് അക്ഷയ് പെരാവൂർ. സോനാപൂരിൽ നിന്ന് മെഡിക്കൽ എടുക്കാത്ത പഴയ പ്രവാസികൾ ഉണ്ടാവില്ല. പല പ്രവാസികളുടെയും ജീവിതം തന്നെ തുടങ്ങിയത് എൻ്റെ പുറകിൽ കാണുന്ന ഈ മെഡിക്കൽ സെൻ്ററിൽ നിന്നാവും. ഇന്ന് ഇതൊരു മെഡിക്കൽ സെൻ്റർ അല്ല, ഇന്നിതൊരു എംബാമിംഗ് സെൻ്ററാണ്. സോനാപൂരിലെ ആ പഴയ മെഡിക്കൽ സെൻ്റർ ഇപ്പോൾ ഇവിടെയാണ്, മുഹൈസിനയിൽ. ഇപ്പോൾ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ഹാസിദാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത്. സോനാപൂരിലെ പഴയ മെഡിക്കൽ സെൻ്റർ പ്രവാസികൾക്കാർക്കും, ദുബൈയിലെ പ്രവാസികൾക്കാർക്കും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു മാറ്റം എങ്ങനെ കാണുന്നു? പഴയ സോനാപൂർ എന്ന് പറയുന്നത് 2009 സ്റ്റാർട്ട് ചെയ്ത ഒരു സോനാപൂരാണ്. ഇതിന് മുമ്പ് ദുബായിൽ മെഡിക്കൽ എടുത്തിരുന്നത്, വിസക്കുള്ള ആവശ്യമായ മെഡിക്കൽ എടുത്തിരുന്നത് മക്തൂം ഹോസ്പിറ്റലിലാണ്. അവിടുന്ന് മൊത്തമായിട്ട് ട്രാൻസ്ഫർ ചെയ്തത് 2009 പിന്നീട് പോപ്പുലേഷനൊക്കെ കൂടിയപ്പോഴാണ് കുറച്ചും കൂടെ സൗകര്യപ്പെട്ട സ്ഥലത്തേക്ക് സോനാപൂരിലേക്ക് മാറ്റിയത്. ഇപ്പോൾ വീണ്ടും ദുബൈയുടെ ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ദുബായ് ഹെൽത്ത് എടുത്തൊരു ഇനീഷ്യേറ്റീവാണ് ഇതൊരു കമ്പനിയാക്കി രൂപീകരിക്കുകയും ഒരുപാട് സെൻറ്ററുകൾ വരികയും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായൊരു സൗകര്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഴയ സെൻറ്റർ ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് കൂടുതൽ എത്തിച്ചേരാൻ കുറച്ചും കൂടെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഈ സെൻറ്റർ മാറ്റിയത്. വിസയുടെ മെഡിക്കൽ എടുക്കുന്നതിൽ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ഫോളോ അപ്പ് കേസ് ഉണ്ടാവും. അത്തരം കേസുകളാണ് അവിടെ മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ എംബാമിങ്ങിൻ്റെ സൗകര്യം. ഈ രണ്ട് സൗകര്യങ്ങൾ മാത്രമേ പഴയ മെഡിക്കൽ സെൻറ്ററിൽ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ പുതിയൊരു മെഡിക്കൽ സെൻ്ററിലേക്ക് വന്നപ്പോൾ എന്താണ് പ്രധാനമായും വന്ന മാറ്റങ്ങൾ? പുറമേയുള്ള ആളുകൾക്ക് എത്തിച്ചേരാവുന്ന കുറേ കൂടി കൺവീനിയൻ്റ് ആയ ഒരു ഏരിയ എന്നുള്ളതാണ് മെയിൻ പോയിൻ്റായിട്ട് പറയാവുന്നത് നമുക്ക്. പിന്നെ ഉള്ളത് ഇത് 24 hours വർക്കിംഗ് ആണ്. ഞായറാഴ്ച പോലും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ദുബൈയിലെ ഏക സ്ഥാപനമാണ് മെഡിക്കലിനുള്ള നമ്മുടെ സ്ഥാപനം. അതുകൂടാണ്ട് ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏരിയ തന്നെ നമുക്കിവിടെ ഉണ്ട്. അതും ദുബൈയിലെ ഏതൊരു സെൻറ്ററിലും ഇല്ലാത്തൊരു സംവിധാനമാണ്. ഇത്രയുമാണ് നമുക്ക് സ്പെഷ്യലായിട്ട് പറയാവുന്നത്. നമുക്കിവിടെ നമ്മുടേതായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ്, ഏകദേശം 100 കാറുകളോളം പാർക്ക് ചെയ്യാവുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ, ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. വെയിറ്റിംഗ് ഏരിയ 8ഓളം ബ്ലഡ് കളക്ഷൻ ഏരിയ ജനറൽ ഭാഗങ്ങളിൽ, 3 എക്സ്റേക്കുള്ള സൗകര്യങ്ങൾ, ഫീമെയിലാണെങ്കിൽ 2 ബ്ലഡ് കൗണ്ടർ. എടുത്തു പറയാവുന്ന കാര്യം ഇപ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന റമദാനാണ്. റമദാനിൽ രാത്രിയും മെഡിക്കൽ എടുക്കാവുന്ന ഒരേ ഒരു സെൻറ്റർ ഈ സെൻറ്ററാണ്. ആളുകൾക്കൊരു ഭയപ്പാടുണ്ടാവും, നോമ്പ് നോറ്റിട്ട് എങ്ങനെയാണ് മെഡിക്കൽ എടുക്കുക, ബ്ലഡ് എടുക്കണതിന് പ്രശ്നമുണ്ടോ? അങ്ങനെ ഭയമുള്ള ആളുകൾക്ക് രാത്രി വന്ന് സൗകര്യപൂർവ്വം ചെയ്തു പോകാവുന്ന ഏക സെൻറ്ററാണ് നമ്മുടെ മുഹൈസിന മെഡിക്കൽ. ഒരു പ്രവാസിയാകുമ്പോൾ ഒരുപാട് കടമ്പകൾ നമ്മൾ കടന്നിട്ടാണ് പ്രവാസിയാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് ഈ പറയുന്ന മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓരോ രാജ്യത്തിനും, ഇപ്പോൾ GCC നോക്കുകയാണെങ്കിലും മറ്റ് യൂറോപ്യൻ കൺട്രികൾ നോക്കുകയാണെങ്കിലും ഓരോ രാജ്യത്തിനും ഓരോ ക്രൈറ്റീരിയകളുണ്ട് ഈ മെഡിക്കൽ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്താണ് ആക്ച്വലി മെഡിക്കൽ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാംക്രമിക രോഗങ്ങൾ പൊതുജനങ്ങളിലേക്ക് വരാണ്ട് തടയുക എന്നതാണ് UAE മെയിനായ ലക്ഷ്യം ഈ വിസ മെഡിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് 2-3 ക്രൈറ്റീരിയകളുണ്ട് ഇവിടെ. ഫുഡ് ഹാൻഡ്ലർ മേഖലയിൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് വർഷാവർഷം ഹെൽത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള മെഡിക്കൽ ടെസ്റ്റുകളുണ്ട്. അതല്ലാത്തൊരു നോർമൽ വിസ എന്ന് പറയുമ്പോൾ 2 വർഷം കൂടുമ്പോൾ വിസ എടുക്കേണ്ടതുണ്ട്. അത് പുതിയ വിസക്കാരാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ലാതെ എക്സ്റേ കൂടെ, ചെസ്റ്റിൻ്റെ എക്സ്റേ കൂടെ എടുത്തിട്ട് ഉള്ള ടെസ്റ്റാണ്. വിസ റിന്യൂവൽ ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് മാത്രമേ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരാം. നമ്മുടെ മെഡിക്കൽ ഡയറക്ടറാണ് അന്ത്രുക്ക. ഏതെങ്കിലും വിസകൾക്ക് പ്രത്യേകമായിട്ട് ചില ടെസ്റ്റുകളോ അങ്ങനെ വല്ലതും ഉണ്ട്. ഡൊമസ്റ്റിക് വർക്കേഴ്സിന് ചില ടെസ്റ്റുകളൊക്കെ കൂടുതലാണ്. ഡൊമസ്റ്റിക് വർക്കേഴ്സ് അപ്പം ഷെയ്ഖിൻ്റെ ഓഫീസ്, ഇവർക്കൊക്കെ എപ്പോഴും എക്സ്റേ നിർബന്ധമാണ്. പിന്നെ ബാർബേഴ്സ്, പിന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഇവരെയൊക്കെ കുറച്ച് ടെസ്റ്റുകളൊക്കെ കൂടുതൽ വരും. കൂടുതലായിട്ട് കണ്ടുവരുന്ന ഈ റിജക്ഷൻ എന്തിൻ്റെ കേസിലായിരിക്കും? മെയിൻലി എക്സ്റേ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന റിജക്ഷൻ. എക്സ്റേയിൽ ഇപ്പോൾ പഴയ TB ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എക്സ്റേയിൽ ലീഷൻസ് കാണും. ആ ലീഷൻസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ റിവ്യൂവിന് വിളിക്കും.
റിവ്യൂവിന് വിളിച്ചിട്ട് ആ റിവ്യൂവിൽ ഓൾഡ് ടി ബി ആണെങ്കിൽ ചില കാറ്റഗറിയിൽ ഓൾഡ് ടി ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് ടെസ്റ്റും സ്പൂട്ടൻ ടെസ്റ്റും ഉണ്ടാവും, കഫൻ ടെസ്റ്റും ഉണ്ടാവും. ആ കഫം PCR-ഉം ട്യൂബർക്കുലോസിസ് ടെസ്റ്റും ചെയ്തതിന് ശേഷം അത് നെഗറ്റീവ് ആവുകയും എന്നാൽ ബ്ലഡ് ടെസ്റ്റ് ചില വ്യത്യാസം ഉണ്ടാവുകയും ഈ പേഷ്യൻ്റ് വേറെ പേഷ്യൻറ്റിലേക്ക് ഇത് പകർത്തില്ല എന്ന് കാണുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇപ്പം മാത്രമേ എക്സ്റേ ആക്സെപ്റ്റ് ചെയ്യും. ലേഡീസിൽ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് വർക്കർ ലേഡി ആണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണ്, ദേ ആർ നോട്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവരെ അൺഫിറ്റ് ആയിരിക്കും. ആ ഒരു സ്പോൺസർ അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, പിന്നെ ലെറ്റർ ഓക്കെ പറഞ്ഞാൽ മാത്രമേ അവർ ഫിറ്റ് ആവുള്ളൂ. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് സർവൻ ലേഡീസിന് അൺഫിറ്റാണ്. ഇത് മുഹമ്മദ് ലബീബ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. ഇനി റമദാനാണ് വരാൻ പോകുന്നത്. അപ്പോൾ റമദാൻ സമയത്തും ഈ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കണം. പക്ഷേ പല ആളുകളുടെയും ബോഡി ഭയങ്കര വീക്കായിരിക്കും. ഈ ഒരു ടൈമിൽ എങ്ങനെയാണ് സാധാരണ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്? റമദാനിൽ നമ്മൾ ഇഫ്താറിൻ്റെ ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടാവും, അതിനുശേഷം നമ്മൾ ഓപ്പൺ ആയിരിക്കും. പൊതുവെ ആൾക്കാർക്ക് റമദാനിൻ്റെ രാവിലെകളിൽ ടെസ്റ്റ് എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഫ്താറിൻ്റെ ടൈമിങ്ങിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ നമ്മൾ തുറക്കുന്നതാണ്. റമദാനിൽ നമ്മുടെ സെൻറ്റർ മാത്രമാണ് ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ളത്. ഇഫ്താറിന് ശേഷം ഓപ്പണാണ്. 24/6 നമ്മൾ ഓപ്പണാണ്.